channel today special അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങും തേങ്ങാ ചമ്മന്തിയാണ്. ഒരു കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്, കിഴങ്ങ് പ്രഷർ കുക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ മീൻ കറി ചൂടാവുന്നു, മീൻ വറുക്കുന്നു. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ്. Okay, if you like this video, please like, share and subscribe to my channel. Let's get into the video. മാവ് എനിക്ക് കുറച്ച് കോഫി ഇന്ന് എന്താണെന്ന് അറിയാൻ കോഫി കുടിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ചോറ് വെച്ചിട്ടുണ്ട്. ഇനി പൂരിക്ക് മാവ് കഴിക്കണം, കിഴങ്ങ് കറി ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ. പൂരിക്കുള്ള മാവ് റെഡി, ഇനി പൂരി ഉണ്ടാക്കണം. ഇതേ കിഴങ്ങ് കറി റെഡി, ചമ്മന്തി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ്. റയൻ ഇതുവരെ എണീറ്റുള്ള സമയം 7:45. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗോ? എണീക്കേ, സമയമായി. വാ, നമ്മുടെ പൂരി റെഡിയാവാണേ. റയൻ പോയി. റയൻ ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഫുള്ള് കഴിച്ചു പോലും ഇല്ല, ഉറക്കമായിരുന്നു. എണീക്കാൻ ലേറ്റായി. അങ്ങനെ ഇനി എന്താണ്, ഇനി ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാം. ഹസ്ബൻഡ് തിരിച്ചു വരും. ഞാനിനി ഓവർവ്യൂ കാണിച്ചു തരാം വീട്. ഇന്നലെ തുണി വിരിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് എല്ലാം ഇവിടെ ഇട്ടു. ഇതാണ് പ്രശ്നം, നമ്മളിങ്ങനെ ഇട്ടാൽ പിന്നെ മടക്കത്തില്ല. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ മടക്കി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വാർഡ്രോബിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമേ. ഇതല്ലാതെ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിലിട്ട് വെച്ചാൽ പിന്നെ തീർന്നു. നമ്മളിത് ഒരിക്കലും പിന്നെ എടുത്ത് മാറ്റി വെക്കത്തില്ല. അതാണ് പ്രശ്നം. അപ്പോൾ കഴിഞ്ഞു. ഇതേന്ന് നോക്ക്, ചമ്മന്തി അരച്ചിട്ട് ഉടനെ അതുപോലെ തന്നെ എടുത്ത് വെച്ച്. ഇന്ന് ഇച്ചിരി ലേറ്റായിപ്പോയി. എൻ്റെ ഹസ്ബൻഡിന് പൂരിയും കിഴങ്ങും മാത്രം പോരാ, തേങ്ങ ചട്നിയും കൂടി വേണം, ഇല്ലെങ്കിൽ കഴിക്കത്തില്ല. അങ്ങനെ. അപ്പം നാളെ ഞങ്ങൾക്ക് ഗസ്റ്റുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട്സ് 2 പേര് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീടൊക്കെ ക്ലീൻ ചെയ്യണം. എല്ലാ റൂമും ഇച്ചിരി വൃത്തികേടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ എല്ലാം പണി പതുക്കെ തുടങ്ങാം, കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, കുറേ പാത്രമായി. ഇന്ന് കുക്ക് ചെയ്യാനും കുറേ ഉണ്ട്. ലോണ്ട്രി ബാഗൊക്കെ ഉണ്ടോ, മൊത്തം നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ഞാൻ മറ്റേ വെയിറ്റ് ലോസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ കോഫി കുടിച്ചാൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഇതേ എനിക്ക് വിശക്കുന്നേ ഇല്ല. സമയം ഇന്ന് 10 മണിയായി, എന്നിട്ട് എനിക്ക് വിശക്കുന്നില്ല. ഞാനിത് എപ്പോഴാണ് കഴിക്കുന്നത്, കഴിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നില്ല. കഴിക്കാൻ വരുന്നോ? അപ്പം ഞാനിനി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനി പണിയിലേക്ക് കിടക്കാം. ഇന്ന് കുറേ പണിയുണ്ട്, കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഓരോ പണിയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതേ ചെടിക്ക് വെള്ളം ഒഴിച്ചു. ഞാനൊരു സെറ്റ് ഡ്രസ്സ് ലോണ്ട്രിയിലിട്ട്. ഈ ബെഡ്റൂം ഓൾറെഡി ഇച്ചിരി വൃത്തിയായിരുന്നു. അപ്പോൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് തൂത്തും സ്വീപ്പ് ചെയ്തിട്ട് പിന്നെ മോബ് ചെയ്താൽ മതി. അപ്പോൾ ഈ റൂം പെട്ടെന്ന് തീർന്നെന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും. അപ്പോൾ പിന്നെ ഇച്ചിരിയും കൂടി നമുക്ക് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സ്വീപ്പ് ചെയ്തു, മോബ് ചെയ്തു, തൂത്തും തുടച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഡൈനിങ് ഹാളൊന്ന് വൃത്തിയാക്കാവുന്ന. അപ്പോൾ സാധനമൊക്കെ എടുത്തു വെച്ചാൽ മതി, എന്നിട്ട് തൂത്ത് തുടച്ചാൽ. പിന്നെ ലിവിങ് റൂമും പിന്നെ ഈ ബെഡ്റൂം. ഇതാണ് എനിക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് കയറാൻ പേടിയാണേ. നോക്കിക്കോ, എൻ്റെ അമ്മ അത് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. റയൻ ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന് കളിച്ചതാണ്.
ഇത് ഈ റൂം ആസ് യൂഷ്വൽ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവാറുള്ളത്. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും. പിന്നെ നാളെ ഗസ്റ്റ് വരുന്നതുകൊണ്ട് പിന്നെ രക്ഷയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ എക്സാംസിലൊക്കെ കേട്ടിട്ടില്ലേ, എന്നാൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക, പിന്നെ അവസാനം അറിയാൻ പാടില്ലാത്ത പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് എളുപ്പമായിട്ടുള്ള റൂം ഇല്ലെങ്കിൽ ഇച്ചിരിയും കൂടി വൃത്തിയായിട്ടുള്ള റൂം ആദ്യം ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാടായിട്ടുള്ള ഇച്ചിരിയും കൂടി കുറേ പണിയുള്ള റൂംസും പണികളൊക്കെ പിന്നെ ബാക്കി പിന്നെ ചെയ്താലും മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഇങ്ങനെ പാടായിട്ടുള്ള റൂം ചെയ്താൽ പിന്നെ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. ഓക്കെ, അപ്പം ഞാൻ ഡൈനിങ് ഹാളും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ മോബ് ചെയ്യുന്നതിന് മുമ്പ് ഈ വാഷ് ബേസിനും കൂടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മിററും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാനിത് ഈ കോളിൻ്റെ ഗ്ലാസ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ റൂം ഞാനങ്ങ് സ്വീപ്പ് ചെയ്ത് മോബ് ചെയ്തു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് നേരെ എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ലിവിങ് റൂം, ബെഡ്റൂം, പിന്നെ കിച്ചണിലാ ലാസ്റ്റേ ചേർത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഫുള്ള് വൃത്തിയാടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ കയറാമെന്ന്. അപ്പോൾ അടുക്കളയിൽ കയറി പത്രമൊക്കെ കഴുകി ഇന്ന് ഉച്ചയ്ക്ക് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചീരയുണ്ട്, മോന് ഇഷ്ടമാണ്. അപ്പോൾ അവന് കോൾഡ് ഉള്ളത് കൊണ്ട് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രസം കോൾഡ് ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്, ചുമയൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പറ്റുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെപ്പർ ജീര രസം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസിൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ മതി, കിട്ടും. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറാൻ പോട്ടോ. ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു നെയ്ബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കത്തി വെച്ചതേ ഇത്ര നേരമായി, 1 മണിയായി. അപ്പോൾ ഇനി എനിക്ക് ഈ കുറുക്ക ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ രസത്തിനുള്ള സാധനം കൂടി ഒന്ന് ശരിയാക്കണം. അമ്മയെ പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഇന്ന് രാവിലെ പൂരിയാണല്ലോ, അപ്പം നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ, ഭക്ഷണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലത്തേക്ക് ഞാൻ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള അരി, പിന്നെ ഇത് ഉച്ചയ്ക്ക് മോനുള്ള ചോറിനുള്ള അരി. അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി നേരം കുതിർത്ത് വെച്ചാൽ, ഞങ്ങൾ പൊന്നി അരിയല്ലേ കഴിക്കുന്നത്, അപ്പോൾ അതൊരു 20 മിനിറ്റ്സ് കുതിർത്ത് വെച്ചാൽ നല്ലപോലെ ക്വാണ്ടിറ്റിയും കൂടും, നല്ല സോഫ്റ്റും ആവും. പിന്നെ ഇത് രസത്തിനുള്ള പുളി ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാനുള്ളതാണ്. ജീരകവും കുരുമുളകും, പിന്നെ ഇച്ചിരി കായപ്പൊടിയും, ഒരു ചെറിയ തക്കാളിയും, പിന്നെ ഒരു 5-6 ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നമ്മൾ ചതച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം, അത് കണ്ടാൽ മതി. ഈ ഞാൻ ഈ റൂമിലെത്തി. അപ്പോൾ ഇനി ഇത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ടോയ്സൊക്കെ പറക്കിയിടാനാണ് ഏറ്റവും പാട്. ഇന്നലെ രാത്രി കമത്തിയതാണിത്. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഇതെല്ലാം എടുത്ത് പറക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ടോയ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇനി ഹാളിലുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് അതും കൂടി അങ്ങ് എടുത്ത് വെച്ചിട്ട് പിന്നെ മൊത്തം കൂടി ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം. ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ പോവാം. അപ്പോൾ അതോ എല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ആ റൂം ഞാൻ പോയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. പിന്നെ ഈ റൂം ക്ലീൻ ചെയ്യാം. TV ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ മാറ്റിയാൽ പിന്നെ വൃത്തിയിടാം. അപ്പോൾ ഇനി ഇതൊന്ന് മാവ് ചെയ്യണം. പിന്നെ ഇത് ഒന്ന് നമുക്ക് സ്പ്രേ അടിച്ച്
ക്ലീൻ ചെയ്യാം. ഈ ബെഡ്റൂമും കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു, സെക്കൻഡ് ബെഡ്റൂം കഴിഞ്ഞു, ഡൈനിങ് ഹാളും കഴിഞ്ഞു. ഇനി ഇച്ചിരി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കണം, മടക്കണം, തുണി വിരിക്കണം, അവിടെയുള്ള സ്റ്റാൻഡിലുള്ള തുണിയൊക്കെ ഒന്ന് വിരിക്കണം. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കൂർക്ക ശരിയാക്കാമെന്ന് വിചാരിച്ചു. കഴിച്ച് കൂർക്ക ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇപ്പം ഉച്ചയ്ക്ക് റയന് ഞാൻ കൊടുക്കുന്ന ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ആ ചോറ് എടുത്ത് വെച്ചിട്ട് ഞാനത് പിറ്റേ ദിവസം ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് കഴിക്കാറില്ല. അപ്പോൾ ആ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചൂടാവുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് രസം ഉണ്ടാക്കാം. രസം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. മറ്റേത് അരച്ച് ഇതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് അതിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചാൽ മതി. തിളയ്ക്കണമെന്ന് പോലുമില്ല. അപ്പം ഈ ചട്ടി ചൂടാവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചീര കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്നലെ ചീര യൂഷ്വലി ഞാനിങ്ങനെ ചെയ്യാറേ ഇല്ല. ഇന്നലെ റയൻ ചീര വേണ്ട, അവന് പൊട്ടാറ്റോ ചിപ്സ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ കഴുകി അത് ഇതുപോലെ ഒരു ഡബയിൽ ഇങ്ങനെ കോട്ടൺ അല്ല, ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനിങ്ങനെ അടച്ചു വെച്ചു. അപ്പോൾ ഇതൊന്ന് ചോപ്പ് ചെയ്യാം, ഇത് ഒന്ന് ചൂടാവുന്നതിൻ്റെ ഇടയിൽ. ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നെയ്യ് ഇട്ടിട്ട് ഉണ്ടാക്കും. ആദ്യം നെയ്യ് ഒഴിച്ചു, എന്നിട്ട് കടുക് പൊട്ടിച്ച് ഒരു 2 മുളക്, ഈ റെഡ് വറ്റൽ മുളക് ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടി ചേർത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഒത്തിരി മൂക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോട്ടേ ആയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. രസം റെഡിയാവുകയാണ്. എനിക്കെന്തോ ഈ ചീര മോന് കൊടുക്കണമെന്ന് തോന്നുന്നില്ല. എന്തോ ഞാനിങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ ബോക്സിൻ്റെ അകത്ത് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറേ ഇല്ല. അപ്പം എന്തോ മനസ്സ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഞാൻ കഴിക്കും. മോന് വേറെ എന്തെങ്കിലും തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അതിനുള്ള ചോറും കൂടി അങ്ങ് ഓണാക്കാം. അപ്പം ഞാനിനി പോയി കഴിക്കട്ടെ. ഇത് ഒരു അച്ചാർ ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാണ്. അമ്മ പറഞ്ഞു തന്നതാണ്, ഹസ്ബൻഡ് അമ്മ. അപ്പം അമ്മയുടെ ഫ്രണ്ടിൻ്റെ നെയ്ബർ പറഞ്ഞു തന്നതാണ്. ഇത് കിസ്മിസ് ഇട്ടിട്ട് നാരങ്ങ അച്ചാർ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ചെറിയൊരു കയ്പുണ്ട്. പിന്നെ നാരങ്ങ അച്ചാറിന് പൊതുവേ ഒരു കയ്പുണ്ടല്ലോ. അപ്പോൾ ഇത് വെക്കുമ്പം പിന്നെയും അത് ഒന്ന് കയ്പ് മാറുമെന്ന് പറയുന്നു. അപ്പം ഞാനിതൊന്ന് ഹസ്ബൻഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഹസ്ബൻഡ് പൊതുവേ നാരങ്ങ അച്ചാർ ഇഷ്ടമല്ല, പക്ഷെ ഇന്നലെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂട്ടി ചോറുണ്ണാൻ പോവാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേഗം അടുത്ത് തന്നെ ഇടാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ റെസിപ്പി വേണമെന്ന്. പിന്നെ രസത്തിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു. എന്തായാലും ഒന്ന് നോക്കിക്കോ. പെപ്പർ ജീരകം രസം എന്ന് പറഞ്ഞിട്ട് വീഡിയോസിൻ്റെ ലിസ്റ്റിൽ നോക്കിയാൽ മതി. ഇതിൻ്റെ റെസിപ്പി, ഈ നാരങ്ങ കിസ്മിസ് ഉണക്കമുന്തിരി ഇട്ടിട്ടുള്ള ഈ അച്ചാറിൻ്റെ റെസിപ്പി വേണോ എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതും കൂട്ടി ഞാനൊന്ന് ചോറുണ്ടോട്ടെ. ഇപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒത്തിരി ആയിപ്പോയല്ലേ. ഞാൻ ടേസ്റ്റ് ഇത്ര അച്ചാറൊന്നും കഴിക്കാൻ പാടില്ല, വണ്ണം കുറയ്ക്കണമെങ്കിൽ കേട്ടോ. ഇത് എനിക്ക് ഇത്ര ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെയുള്ള തുണിയും കൂടി എടുക്കണം, അതും കൂടി മടക്കി വെക്കണം. അപ്പോഴേക്കും പിന്നെ മോനെ സ്കൂളിൽ വിളിക്കാൻ സമയമാവും. മടക്കി വെച്ചു. ഇത് റയൻ്റെ ആണെങ്കിലും ഞാൻ അത് ബോർഡർ ഇതിൽ പറഞ്ഞ പോലെ നൈറ്റ് ഡ്രസ്സ്, ഇത് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ടീഷർട്ടും ഷർട്ടും, വീട്ടിലിടുന്ന ഡ്രസ്സ്, ടീഷർട്ടും ഷോർട്ട്സ്, പിന്നെ അണ്ടർവെയർസ്, ടിഷ്യൂസ്, പിന്നെ സ്പ്രിംഗ്. ഇത് വന്നിട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങ് മടക്കി വെച്ചു. ഇനി സ്കൂളിൽ പോകണം, ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്ര വെച്ച് ഇന്ന് ക്യാരറ്റും കഴിച്ചില്ല, സുഖമില്ലാത്തത് കൊണ്ടായിരിക്കും തോന്നുന്നു. സമയം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി കാണും. അപ്പം ഞാനത് മുട്ട എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ഇടയ്ക്ക് പറയുന്നുണ്ട് നല്ല അഭിപ്രായം, ഞാൻ എല്ലാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാ എല്ലാവരുടെയും ഇത് ഞാൻ തെറ്റിക്കാൻ വേണ്ടി ഇനി പാത്രം കഴുകാൻ ഇത് രസം എടുത്ത് മാറ്റി വെച്ച് പാത്രമൊക്കെ കഴുകാനുള്ള സമയമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം മോനെയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് 5:30 മുമ്പ് മാവ് അരയ്ക്കണം, ഈ മുട്ടക്കറി ഉണ്ടാക്കണം. അതുകൊണ്ടാണ്. അപ്പം ഞാനൊന്ന് വേഗം ഉണ്ടാക്കിക്കോട്ടെ.
ഓക്കെ, അപ്പം ഇന്ന് സോറി കേട്ടോ, ഐ എം വെരി സോറി. ഇനി ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നത് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ വേറെ രക്ഷയില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ആസ് മച്ച് ആസ്. ഇപ്പം ഇത്രയും നാളിൽ നിന്നല്ലേ കാണുന്നത്, അതുകൊണ്ട് ട്രൈ ആൻഡ് അവോയ്ഡ് ആസ് മച്ച് ആസ് യു ക്യാൻ. സോ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കട്ടെ. ഞാനിതേ മാവ് അരച്ചു. അപ്പം നേരത്തെ ഇച്ചിരി മാവ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്യേണ്ട. നേരത്തെ മാവിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പുളിച്ചോളും. അതുകൊണ്ട് ഉപ്പ് മാത്രം ഇട്ടാൽ മതി, ഈസ്റ്റ് ഇടേണ്ട കാര്യമില്ല. ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി ഇതാ കറി അടുപ്പത്തുണ്ട്. ഇനി ഞാൻ പോയി തുണി ഒന്ന് വിരിക്കട്ടെ. ഇത് കണ്ടില്ലേ, നമ്മുടെ റയൻ ചേട്ടൻ പിന്നെയും ഇതെല്ലാം ഞാൻ നിരത്തി വെച്ചു. അപ്പോൾ എനിക്കിതൊക്കെ എടുത്ത് വെക്കണം, തുണി വിരിക്കണം, പിന്നെ ഒന്ന് റെഡി ആവണം ഹോസ്പിറ്റലിൽ പോകാൻ. തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പോയി റെഡി ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ കേട്ടോ. എന്തിനോടോ അച്ചോടോ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകും. ഹോസ്പിറ്റലല്ല, ഒരു ക്ലിനിക്കാണ്. നടന്നു പോകുന്നു. റയനെ നടക്കണ്ട, റയന് ബസ്സിൽ പോണം. നമ്മളെങ്ങനെ വൃത്തിയാക്കി വെച്ചതാണ്. ഇതാ നമ്മുടെ റയൻ ബേബി വന്നിട്ട് പിന്നെ എല്ലായിടത്തും നടത്തി വെച്ചു. എന്നാ ചെയ്യാനാ അമ്മ. ഇനി പോയിട്ട് ഞാൻ കൂർക്ക ക്ലീൻ ആക്കിയിട്ടില്ല. പിന്നെന്താ വേറെ എന്നാണ്, ഈ റൂം ഞാൻ പിന്നെ ഇപ്പം നീ തൂത്തിട്ടും ഇല്ല തുടച്ചിട്ടും ഇല്ല. അടുക്കള മാത്രം ഒന്ന് ചെറുതായിട്ട് തൂത്ത് തുടയ്ക്കണം. അപ്പം എൻ്റെ പണികളൊക്കെ തീർന്നല്ലോ. പാനിപൂരി, മസാല പൂരി. ഇതെന്താ മറ്റേ പാനിപൂരിയുടെ മിൻറ്റ് ചട്നി, മറ്റേ താമരൻ ചട്നി, കിഴങ്ങ്. എനിക്ക് ചോട്ട് ഭയങ്കര ഇഷ്ടം. അപ്പം കഴിച്ചിട്ട് കാണാവേ. 9 മണിയായി. ഞാനങ്ങ് ഡിന്നർ ഉണ്ടാക്കുന്ന റയനാണ് കൊടുക്കുന്നത്. ഞാൻ ഹസ്ബൻഡ് നല്ല ഫുള്ളാണ് ചാട്ടൊക്കെ കഴിച്ചത് കൊണ്ട്. അപ്പോൾ ഇതാ അവന് മരുന്നുണ്ട്, അതുകൊണ്ട് ഫുഡ് കൊടുത്തിട്ട് മരുന്നും കൊടുത്ത് കിടത്തി ഉറക്കണം. അപ്പം ചെട്ടിയുടെ അടപ്പ് തപ്പാൻ മടിയാ. ചാട്ടും കൂടി തിന്നതുകൊണ്ട് നല്ല ഉറക്കാൻ വരുന്നു. അപ്പം ഇതാണ്. പിന്നെ സമാധാനം, നാളെ ശനിയാഴ്ച, നാളെങ്കിലും രണ്ടുപേരും കൂടി ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. നോക്കാം. മീൻ കറി ചൂടാക്കുന്നു. പിന്നെ ഇച്ചിരി പാത്രമുണ്ട്. അപ്പോൾ 2 കാര്യം നടന്നില്ല. കൂർക്ക ഞാൻ വേവിച്ച് വെച്ചു. എന്തായാലും കറി ഉണ്ടാക്കാൻ പറ്റിയില്ല. നാളെ എന്തായാലും ഉണ്ടാക്കാം. പിന്നെ അതുപോലത്തെ ലിവിങ് റൂം ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി കുറച്ച് പാത്രം മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഒന്ന് കഴുകിയിട്ട് അവർ രണ്ടുപേരും കഴിച്ച് കഴിയുമ്പം പാത്രം എല്ലാം കൂടി കഴുകിയിട്ട് പിന്നെ കിടന്നുറങ്ങുന്നതാണ്. പിന്നെ ഡ്രസ്സ് എടുത്ത് വെക്കണം, അതെടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെന്താണ്, ബാത്റൂം കഴുകിക്കഴിഞ്ഞു. അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം തീർന്നു. ഇനി തുണി മാത്രം എടുത്ത് വെക്കാനുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് എനിക്ക് മോപ്പും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഇച്ചിരി പൊടി കിടപ്പുണ്ട്, അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടണം. With this, our vlog comes to an end. If you like this video, please like, share and subscribe to my channel. Thank you for watching. Bye bye. അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഈ റൂമിലും പണിയൊക്കെ എല്ലാം കഴിഞ്ഞു. അവിടെ രണ്ടുപേര് സിനിമ കണ്ടുകൊണ്ടിരിക്കും. ഞാനൊന്ന് ഫ്രഷായിട്ട് പോയി സിനിമ കാണണം. ഒടിയൻ പകുതിയായി. Okay, if you like this video, please like, share and subscribe to my channel. Thank you for watching. Bye bye.